ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ നോക്കി, അവിടുത്തെ ത്രെറ്റ്സ് ഒക്കെ നമ്മൾ നോക്കി. ഇനി പ്ലാനിങ് സ്റ്റേജിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഒന്ന് പഠിക്കാം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ ഓപ്പർച്യൂണിറ്റി ത്രെറ്റ് ഒക്കെ നമ്മൾ നോക്കിയില്ലേ. ഇത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വന്ന് എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത്, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്, നമുക്കിതൊന്ന് നോക്കിക്കളയാം. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അനാലിസിസ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇത് സ്റ്റെപ്പ് 3 ആയിട്ടാണ് വരുന്നുണ്ടാവുക. അവിടുത്തെ പർപ്പസ് എന്താണെന്ന് നോക്കിക്കേടാ. അവിടുത്തെ പർപ്പസ് എന്താണെന്ന് നോക്കിക്കേ. സ്ട്രെങ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. കാര്യം ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളും ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ തന്നിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് പഠിച്ചപ്പോൾ ഞാൻ തന്നിട്ടുണ്ട്. സോ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. സോ ഒന്ന് ഉഷാറായിട്ടിരുന്നേ. നമ്മുടെ കമ്പനിയുടെ അകത്തുള്ള സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ്? ആസ്ട്ര കമ്പനി നോക്കിയാൽ നമ്മുടെ ഫാക്കൽറ്റീസ് ആണോ, നമ്മുടെ മീഡിയ എഡിറ്റിംഗ് ടീമാണോ, നമ്മുടെ ടെക്നോളജി ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ടീമാണോ, എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത്, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്, ഈ കാര്യങ്ങൾ നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് കോമ്പറ്റൻസീസും ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ടു ബിൽഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അതാണ് നമ്മൾ വൃത്തിക്ക് അടുത്ത പഠിക്കാൻ പോകുന്നത്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് അത് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം പറഞ്ഞ രണ്ടും ഓക്കെ ആണല്ലോ. നമ്മുടെ കമ്പനിയുടെ അകത്തെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചെടുക്കുക, വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് എന്താ, ഡിസ്റ്റിങ്റ്റീവ് കോമ്പറ്റൻസീസ് വഴി നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നിങ്ങൾ ചിന്തിച്ച തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കൊടുത്ത് നമ്മളൊരു സുപ്പീരിയോറിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. എങ്ങനെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളോട് മത്സരിക്കുന്ന കോമ്പറ്റീറ്റീവ് കമ്പനീസിന് ഇല്ലാത്ത കുറവുള്ള കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ബെറ്റർ ആയിട്ട് കൊടുത്തിട്ട് നമ്മളൊരു സുപ്പീരിയോറിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിനെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുക. ആൻഡ് അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് നോക്കിക്കേടാ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ പ്രൊഡക്ട്സിനെ യുണീക്ക് ആക്കുക. വേറെ ആരും കൊടുക്കാത്ത എന്തെങ്കിലും വാല്യൂ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. 40 രൂപയ്ക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, 40 രൂപയ്ക്ക് നമ്മുടെ കോമ്പറ്റീറ്റർ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു. പക്ഷെ കോമ്പറ്റീറ്റർ കൊടുക്കുന്ന സാധനത്തിൽ ഒരു സ്റ്റാറിൻ്റെ വാല്യൂ നോക്കിയാൽ 2 സ്റ്റാറേ ഉള്ളൂവെങ്കിൽ നമ്മൾ അതേ 40 രൂപയ്ക്ക് 3 സ്റ്റാറുള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്നു. സോ ഇതാണ് യുണീക്ക് ആക്കുക എന്ന് പറയുക. നമ്മളെന്തെങ്കിലും വാല്യൂ ആഡ് ഓൺ ആക്കി യുണീക്ക് ആക്കി കൊടുത്താൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ആരും അങ്ങോട്ട് പോവില്ല, എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. അടുത്തത് ചെയ്യാൻ പറ്റുന്ന എന്താ, കൺട്രോൾ ചെയ്യുക, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ കോമ്പറ്റീറ്റർ ഈ 40 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം ഒരു 35 രൂപയ്ക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് 30 രൂപയ്ക്ക് ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് 10 പ്രോഫിറ്റ് കിട്ടും, മറ്റവർക്ക് 5 പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ. വേറൊരു രീതിയിലും ചിന്തിക്കാം. 30 കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ വേണേൽ നമുക്ക് 35-ന് വിൽക്കാം. മറ്റേ ആൾ വിൽക്കുന്നത് 40-നായിരിക്കും. നമ്മുടെ കോമ്പറ്റീറ്ററിനേക്കാളും 5 രൂപ കുറച്ച് നമുക്ക് വിൽക്കാം. എങ്ങനെ? കോസ്റ്റ് കുറയ്ക്കുന്നത് വഴി. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? കുറച്ച് സ്പീഡിലാണോ പോകുന്നത്? ഭയങ്കര സിമ്പിളായോണ്ടാട്ടോ. ഒന്നോടെ നോക്കിക്കോ. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുക. അതിൽ തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ കോമ്പറ്റീറ്ററിൽ കൊടുക്കുന്നതിനേക്കാളും ഒന്നോടെ അടിപൊളി പ്രൊഡക്റ്റ് കൊടുക്കുക, ഒന്നോടെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ അടുത്തേക്ക് വരും. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇൻകർ ആവുന്ന കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ കോമ്പറ്റീറ്ററിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? സാധനം കൊടുക്കാൻ പറ്റും. അതുവഴിയും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി കിട്ടും. അതായത് ഒപ്പോണൻറ്റിനേക്കാളും നമ്മുടെ കോമ്പറ്റീറ്ററിനേക്കാളും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും നമ്മൾ. അതല്ല മെയിൻ, അടുത്തതാണ് മെയിൻ. സസ്റ്റെയിൻഡ് സക്സസ് ആയിരിക്കും. കുറച്ചധികം നാൾ നീണ്ടു നിൽക്കുന്ന സക്സസ്സും കിട്ടും. കാരണം ഏതൊരു കസ്റ്റമറും വന്നാൽ ഓക്കെ 40 രൂപയ്ക്ക് ഇവൻ തരുന്ന ഇത്രയും കാര്യങ്ങൾ, 40 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ, സോ നമ്മുടെ അടുത്ത് വരാം. ഇനി അതേപോലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സെയിം സാധനം ഈ കമ്പനി തരുന്നത് 40 രൂപയ്ക്ക്, നമ്മൾ കൊടുക്കുന്നത് 35 രൂപയ്ക്ക് നമ്മുടെ അടുത്ത ആൾ വരും. സോ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സക്സസ്സും
നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്തൊക്കെയാണ് അതിൻ്റെ സോഴ്സസ്? ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേടാ. റിസോഴ്സസ് ആണ് ആദ്യത്തെ. നമ്മുടെ കയ്യിൽ എത്രമാത്രം റിസോഴ്സസ് ഉണ്ട്? ടാഞ്ചിബിൾ ആയിട്ടാവാം, ക്യാഷ്, ലാൻഡ്, ബിൽഡിങ്. ടാഞ്ചിബിൾ ആയിട്ട് എത്രമാത്രം റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ നോക്കുക. നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. കുറേ ലാൻഡും ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇനി ഇൻടാഞ്ചിബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ മാത്രം നമ്മുടെ ബ്രാൻഡ് വാല്യൂ എന്തോരം ഉണ്ട്. ബ്രാൻഡ് വാല്യൂ, അഡീഡാസിൻ്റെ ഒരു ഷൂ, നൈക്കിയുടെ ഒരു ഷൂസൊക്കെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ അതിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. എത്ര വിലയ്ക്ക് ചാർജ് ചെയ്താലും മേടിക്കാൻ ആൾക്കാരുണ്ടാവും. സോ നമ്മുടെ ബ്രാൻഡിന് എന്തോരം വാല്യൂ ഉണ്ട്, നമുക്ക് എന്തോരം പേറ്റൻസ് ഉണ്ട്. അതായത് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ടെക്നോളജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേറ്റൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റിസോഴ്സസാണ്, വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് ഗുഡ് വില്ല് പോലെ തന്നെ എന്തോരം റെപ്യൂട്ടഡ് ആണ്. നോ ഹൗ, എന്തെങ്കിലും കാര്യം യുണീക്കായിട്ട് ചെയ്യാൻ നമുക്ക് മാത്രം അറിയുന്ന നോ ഹൗ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻടാഞ്ചിബിൾ റിസോഴ്സസ് ആയിട്ട് വരിക. ടാഞ്ചിബിൾ ആയിട്ട് ക്യാഷ്, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. ഇൻടാഞ്ചിബിൾ ആയിട്ട് നമ്മുടെ ബ്രാൻഡ് വാല്യൂ, നമ്മുടെ റെപ്യൂട്ടേഷൻ, നോ ഹൗസ് ആൻഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേറ്റൻസ്, കോപ്പി റൈറ്റ്സ് പോലത്തെ കാര്യങ്ങളും ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് വരും. കേപ്പബിലിറ്റീസ് എന്താടാ? വളരെ സിമിലർ. ഈ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ ഇല്ലേ, ഈ റിസോഴ്സസിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാൻ നമുക്കുള്ള കേപ്പബിലിറ്റീനെയാണ് കേപ്പബിലിറ്റീസ് എന്ന് പറയുക. നോക്കിക്കേ, കമ്പനീസ് എബിലിറ്റി ടു യൂട്ടിലൈസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. കമ്പനിക്ക് അവരുടെ കയ്യിലുള്ള റിസോഴ്സസിനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി, ഇതിനെയാണ് കേപ്പബിലിറ്റി എന്ന് പറയുക. ഡിറൈവ്ഡ് ഫ്രം മാനേജ്മെൻറ്റ് സിസ്റ്റം, പ്രോസസ്സസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് വഴിയും നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, വെദർ ഇറ്റ് ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, ടാഞ്ചിബിൾ ആണെങ്കിലും ഇൻടാഞ്ചിബിൾ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാനും സ്ട്രക്ചറും മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടും വേണം, നല്ല റിസോഴ്സസും വേണം, അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും വേണം. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസി നമുക്കുണ്ടാകുന്നത്. നല്ല റിസോഴ്സസും അതിനെ യൂസ് ചെയ്യാൻ പറ്റിയ കേപ്പബിലിറ്റീസും ഒരുമിച്ചുള്ളപ്പോഴാണ്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എക്സ്റ്റേണൽ പോലെയല്ല, നിങ്ങൾക്ക് ഈസിലി കണക്റ്റ് ആവാവുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പഠിക്കണം, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ പറ്റണം, എങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നതിലും നല്ല പ്രൊഡക്റ്റ് യൂണീക്കായിട്ട് കോസ്റ്റ് കുറച്ച് കൊടുക്കാൻ പറ്റണം. അതിന് നമുക്ക് എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസ് വേണം. ആ റിസോഴ്സസിനെ നമ്മൾ നല്ല വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. കണ്ടോ, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൻ്റെ വേഗം കഴിഞ്ഞു പോകുന്നത് കാര്യം ഭയങ്കര സിമ്പിളാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ. സോ നോക്കാം. 4 ജനറിക് ഡിസ്റ്റിങ്റ്റീവ് കോമ്പിറ്റൻസീസ്. എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഈ ഡിസ്റ്റിങ്റ്റീവ് കോമ്പിറ്റൻസീസ്? നമ്മൾ 4 എണ്ണമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഡിസ്റ്റിങ്റ്റീവ് കോമ്പിറ്റൻസി എന്താണ്? നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റിയോടുകൂടി ആ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നുണ്ടാവണം. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കോമ്പിറ്റൻസി ഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ആ 4 എണ്ണം? വളരെ സിമ്പിളാണ്, വലിയ വാക്കുകളൊന്നും കണ്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. സുപ്പീരിയർ എഫിഷ്യൻസി ഉണ്ടാവണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ 8 മണിക്കൂറാണ് ഇപ്പോൾ എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നതെങ്കിൽ എന്നെക്കൊണ്ടൊരു 10 മണിക്കൂർ എഫക്റ്റീവ്ലി പണിയെടുപ്പിക്കാൻ പറ്റുന്നുണ്ടാവണം. കണ്ടോ, ലോവർ ഇൻപുട്ട് പെർ ഔട്ട്പുട്ട്, കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടും. കുറച്ച് ഇൻപുട്ട് ഇടുന്നത് വഴി തന്നെ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവണം. ഇതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുക, അല്ലേ? എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. ക്വാളിറ്റി എന്താ? ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അതിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് അതുവഴി കിട്ടും. കാരണം ഹൈ ക്വാളിറ്റി ഗുഡ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രൈസ് കുറച്ച് കൂട്ടിയാലും മേടിക്കാൻ ആൾക്കാരുണ്ടാവും, അല്ലേ? ഉണ്ടാവും. ഇനി ഇന്നോവേഷൻ,
നമ്മളെപ്പോഴും ഒരേ സാധനം മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയോ? ഇതൊക്കെ ഇന്നവേഷൻ അല്ലേ? നിങ്ങൾ പണ്ട് ക്ലാസ് റൂമിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആപ്പിൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക, വീട്ടിലിരുന്നാവാം, വർക്ക് ചെയ്യുന്ന സ്ഥലത്തിരുന്നാവാം. ഇങ്ങനെയുള്ള ഇന്നവേഷൻ ആപ്പ് വഴി കൊടുക്കുന്നു, പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഇങ്ങനത്തെയുള്ള ഇന്നവേഷൻ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവും. നമ്മുടെ ഈ ക്ലാസ് റൂമിൽ വന്നിരുന്ന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വരുന്നുണ്ടാവും? ഇങ്ങനെ ഒരു ഇന്നവേഷൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതുകൊണ്ട് മാത്രമല്ലേ നിങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റുഡൻ്റായിട്ട് നിങ്ങളിവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നിങ്ങളൊരു കസ്റ്റമറായിട്ട് തന്നെ കിട്ടിയത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്നവേഷൻ, ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവണം. അതുവഴി ഇൻക്രീസ്ഡ് വാല്യൂ അല്ലെങ്കിൽ ലോവർ കോസ്റ്റ് കിട്ടും. നല്ല ഇന്നവേഷനാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ഇൻക്രീസ്ഡ് വാല്യൂ കൊടുക്കാൻ പറ്റും. സോ ഇന്നോവേഷൻ എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ് ഫാസ്റ്റർ ആക്കുക, ബെറ്റർ സർവീസ് ആക്കുക. ഇത് ഡിഫറൻസിയേഷൻ കൊണ്ടുവരും. ഇത് ബാക്കിയുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വ്യത്യസ്തനാക്കി, യുണീക്കാക്കി മാറ്റി നിർത്തുന്നുണ്ടാവും. ഏത്? കസ്റ്റമർ റെസ്പോൺസീവ്നെസ് എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ നമുക്കൊരു ഡൗട്ട് അയച്ചു, നമ്മൾ എല്ലാ ദിവസവും ഡെയിലി തന്നെ ക്ലിയർ ചെയ്ത് തരിക. നിങ്ങളിപ്പോൾ ചിലപ്പോൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ക്ലിയർ ചെയ്ത് തരാൻ പോലും ആളുണ്ടായിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കസ്റ്റമറിനോട് റെസ്പോൺസീവായിട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ട് നിൽക്കുക. ഈ 4 കാര്യങ്ങളും ഓൾമോസ്റ്റ് നിങ്ങൾ പാർട്ട് 1 തന്നെ സെക്ഷൻ സിയിൽ ബാലൻസ് സ്കോർ കാർഡിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇന്നവേഷൻ ആൻഡ് ലേണിംഗ് കൊണ്ടുവരണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കണം, ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് നോക്കണം, ഇൻറ്റേർണൽ കൺട്രോൾ നോക്കണം എന്ന് പറഞ്ഞ് അതിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്നതാണ് സുപ്പീരിയർ എഫിഷ്യൻസി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ കണ്ടോ സുപ്പീരിയർ ഉണ്ട്. നമ്മുടെ കോമ്പറ്റീറ്ററിനെക്കാളും സുപ്പീരിയർ ആയിട്ട് നമ്മൾ എഫിഷ്യൻ്റ് ആയിരിക്കണം, സുപ്പീരിയർ ആയിട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നുണ്ടാവുന്നത്. അവർ കൊണ്ടുവരുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇന്നോവേഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവണം. അവർ കൊടുക്കുന്നതിനേക്കാളും സുപ്പീരിയർ ആയിട്ട് കസ്റ്റമർ റെസ്പോൺസീവ്നെസ്സും നമ്മൾ കൊടുക്കുന്നുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും? ഡിസ്റ്റിങ്റ്റീവായിട്ട്, യൂണീക്കായിട്ട് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? സോ എന്നാൽ ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു കാര്യം, ഭയങ്കര സിമ്പിൾ നോക്കിക്കേ. വാല്യൂ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി മൈനസ് കോസ്റ്റ് ടു പ്രൊഡ്യൂസ്. അതായത് നമ്മൾ പറയുകയാണ്, ഞാനിപ്പോൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു 100 അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ. ഇതിന് ഞാൻ ഉണ്ടാക്കേണ്ടി വന്ന പ്രൈസ് 60. സോ ബാലൻസ് 40 ഞാനിതിൽ ആഡ് ചെയ്യുന്ന വാല്യൂ. 60 രൂപയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 60 രൂപയ്ക്ക് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്കതിന് 100 രൂപയുടെ പ്രൊഡക്റ്റായിട്ട് വെർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വന്ന 40 അതിൻ്റെ ക്രിയേറ്റഡ് വാല്യൂ. യു മൈനസ് സി എന്ന് പറയും. അതിൻ്റെ യൂട്ടിലിറ്റി, എത്ര രൂപയുടെ യൂട്ടിലൈസേഷൻ, എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 100 രൂപയുടെ വെർത്തുള്ള യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ 60 രൂപയെ കോസ്റ്റ് വന്നിട്ടുള്ളൂവെങ്കിൽ ഞാനതിൽ ആഡ് ഓൺ ചെയ്യുന്ന വാല്യൂ ആണ് 40 എന്നുള്ളത്. യു മൈനസ് സി എന്ന് പറയും. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന് നോക്കിക്കേടാ, യൂട്ടിലിറ്റി മൈനസ് പ്രൈസ് പെയ്ഡ്. യൂട്ടിലിറ്റി എനിക്ക് കിട്ടുന്നത് 100-ൻ്റെയാണ്, ഞാൻ പ്രൈസ് പേ ചെയ്യുന്ന 80. സോ 20 കൺസ്യൂമറിന് കിട്ടുന്ന സർപ്ലസ്. അവർ പേ ചെയ്തിട്ടുള്ളത് എത്രയാ? 80 പേ ചെയ്തിട്ടുള്ളൂ. അവർ പേ ചെയ്തിട്ടുള്ളത് 80, പക്ഷെ 100 രൂപയ്ക്കുള്ള യൂട്ടിലിറ്റി എന്ത് കിട്ടുന്നുണ്ട്? അവർക്ക് കിട്ടുന്നുണ്ട്. അവർ കൊടുത്ത പൈസേനേക്കാളും 20 കൂടുതൽ വർത്ത് കിട്ടുക. അതിനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുക. ക്രിയേറ്റഡ് വാല്യൂവും കൺസ്യൂമർ സർപ്ലസും നോക്കുക. ഈ വാല്യൂ എന്നുള്ളത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. 60 രൂപയ്ക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ 100 രൂപയ്ക്കുള്ള യൂട്ടിലിറ്റി കൊടുക്കുന്നുണ്ട്, 40 വാല്യൂ ഞാൻ ആഡ് ഓൺ ചെയ്തു. ഇനി കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അവർ പേ ചെയ്തത് 80 രൂപയാ, പക്ഷെ 100 രൂപയ്ക്കുള്ള യൂട്ടിലിറ്റി ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ പ്രൈസ് പേ ചെയ്തതിനേക്കാളും 20 യൂട്ടിലിറ്റി ഞാൻ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുക? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുക. നോക്കിക്കേടാ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് എപ്പോഴാണ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എക്സിസ്റ്റ് വെൻ എ ഫേം ക്രിയേറ്റ്സ് മോർ വാല്യൂ ഫോർ കൺസ്യൂമേഴ്സ് ദാൻ റൈവൽസ്. നമ്മൾ ബാക്കി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതൽ വാല്യൂ, കൂടുതൽ യൂട്ടിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടാവും.
ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടാവുക. കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ, ടെൻഷനാവൊന്നും വേണ്ട. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അനാലിസിസ് നമ്മൾ പഠിച്ചു, അവിടെ നോക്കുക സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിച്ചതെന്താ? യുണീക്കായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് വഴിയും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് വഴിയും നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും മേലെ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ പറ്റും. അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും? പ്രോപ്പറായിട്ടുള്ള നല്ല റിസോഴ്സസിനെ പക്കായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എബിലിറ്റിയോടുകൂടി, നമ്മൾ ആ യൂട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റിയോടുകൂടി നമ്മൾ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് റിസോഴ്സസ് ഉണ്ട്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടാവുക. 4 കാര്യങ്ങൾ അതുവഴി നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും എഫിഷ്യൻസി, ക്വാളിറ്റി, ഇന്നോവേഷൻ ആൻഡ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ്. സോ ലാസ്റ്റ് വാല്യൂ ക്രിയേഷൻ കോൺസെപ്റ്റോടെ നമ്മൾ പഠിച്ചു. കോസ്റ്റിനെക്കാളും എത്ര യൂട്ടിലിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട് അതാണ് വാല്യൂ. നമ്മൾ പേ ചെയ്യുന്ന പ്രൈസിനെക്കാളും എത്ര കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് അതാണ് കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ അല്ലേ? സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ നമ്മൾ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടി, അടുത്തൊരു വീഡിയോയുടെ ഒരു 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ അനലൈസിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. സോ ബ്രേക്ക് എടുക്കല്ലേടാ, ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സോ എല്ലാവരും ഉഷാറായിട്ടിരുന്നേ, ബ്രേക്ക് എടുക്കാതെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ. ഗുഡ് ലക്ക് ഓൾ.